തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ. 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. മൃതദേഹം ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഹരികൃഷ്ണനാണ്. ഹരി, ഇതാദ്യമായിട്ടല്ല മുതലപ്പുഴി ഒരു മരണപ്പുഴിയാകുന്നത്. ഓരോ തവണയും ഇത്തരം വാർത്തകൾ വരുമ്പോൾ ശാസ്ത്രീയമായ ഒരു പരിഹാരം ഇതിന് വേണമെന്ന ആവശ്യമുയരും. എന്തെങ്കിലുമൊക്കെ നടപടികൾ ഉണ്ടാകുന്നു, അതവിടെ തീരുന്നു. ഇപ്പോൾ ഈ പുതിയ ദുരന്തത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള അന്തിമ പരിഹാരത്തിനുള്ള നടപടികൾക്കോ മറ്റോ നീക്കമുണ്ടോ? ക്രിസ്റ്റീന, ഈ മുതലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു അപകടം മുതലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രാവിലെ അത്ര ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത്. അതായത് മുതലപ്പുഴ തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അഞ്ചുതെങ്ങ് സ്വദേശിയായ വിക്ടറാണ് മരിച്ചത്. ഇന്ന് അർദ്ധരാത്രി 1:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരവേ അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട വള്ളം തലകീഴായി മറിയുകയായിരുന്നു. ഈ വിക്ടറിനൊപ്പം 3 മത്സ്യത്തൊഴിലാളികൾ കൂടി വള്ളത്തിലുണ്ടായിരുന്നു. ഈ ഫ്രാൻസിസ്, സുരേഷ്, യേശുദാസ് എന്നിവരാണ്. അവർ നീന്തി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ അപകട പരമ്പര, അതുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷ കമ്മീഷൻ അടക്കം ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും അപകടങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. അതിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. ഈ അഞ്ചുതെങ്ങ് സ്വദേശിയായിട്ടുള്ള ഒരാളുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് ഈ മറിഞ്ഞിട്ടുള്ളത്. ഈ അപകട സമയത്ത് അഴിമുഖത്തുണ്ടായിരുന്ന ഫിഷറീസ് ഗാർഡുകളും അതേപോലെ തന്നെ കോസ്റ്റൽ പോലീസും നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹം ലഭിച്ചത്. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഈ കേരള ലാറ്റിൻ കത്തോലിക് അസോസിയേഷൻ ഇന്നൊരു നിയമസഭാ മാർച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു അപകടം അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ഈ മാർച്ചിൽ ഈ അതിരൂപതയുടെ അടക്കമുള്ള സംഘടനാ നേതാക്കൾ അടക്കം പങ്കെടുക്കുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മുതലപ്പുഴയിൽ വീണ്ടും ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്.